നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഈസ് ആർ ആം വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ്. നമ്മൾ പോസിറ്റീവ് സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു, നെഗറ്റീവ് സെന്റൻസ് പഠിച്ചു. ഇനി നമ്മൾ ഈസ് ആർ ആം വെച്ചിട്ട് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ ഇതാണ്: ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം നൗൺ അല്ലെങ്കിൽ സ്റ്റേറ്റീവ് വെർബ്. സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ആക്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ഐഎൻജിയുടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ആണോ എന്നാണ്. നീ ഡോക്ടർ ആണോ, നീ എഞ്ചിനീയർ ആണോ, നീ ഹാപ്പി ആണോ, നീ സാഡ് ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഐ ആം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആണ്. അപ്പൊ അത് തിരിച്ചിടുന്നു, ആം ഐ, ഞാൻ ആണോ. ഹി ഈസ്, അവനാണ്. ഈസ് ഹി, അവനാണോ. ഷീ ഈസ്, അവളാണ്. ഈസ് ഷീ, അവളാണോ. ഇറ്റ് ഈസ്, അതാണ്. ഈസ് ഇറ്റ്, അതാണോ. യു ആർ, നീയാണ് അല്ലെങ്കിൽ നിങ്ങളാണ്. ആർ യു, നിങ്ങളാണോ. വി ആർ, നമ്മളാണ് അല്ലെങ്കിൽ ഞങ്ങളാണ്. ആർ വി, ഞങ്ങളാണോ. ദേ ആർ, അവരാണ്. ആർ ദേ, അവരാണോ. അപ്പോൾ ഈ ആണെന്നുള്ളതിൽ നിന്നാണ് എന്ത് ആണോ എന്നുള്ള ചോദ്യമായി മാറിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ബോക്സുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് കുറച്ച് സെന്റൻസുകൾ നോക്കാം. Am I sad? I am sad എന്ന് പറഞ്ഞാൽ ഞാൻ സാഡ് ആണ്, ഞാൻ ദുഃഖിതയാണ്. Am I sad? ഞാൻ ദുഃഖിതയാണോ? അപ്പൊ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? Am I sad? Okay. Is he happy? അവൻ ഹാപ്പി ആണോ? Is she a doctor? അവൾ ഒരു ഡോക്ടർ ആണോ? Is it good? അത് നല്ലതാണോ? Are you smart? നീ സ്മാർട്ട് ആണോ? Is she a dancer? അവൾ ഒരു നർത്തകിയാണോ? Is he okay? അവൻ ഓക്കെ ആണോ? Are we strong? നമ്മൾ സ്ട്രോങ് ആണോ? Are they teachers? അവർ അധ്യാപകരാണോ? Is she your sister? അവൾ നിന്റെ സഹോദരിയാണോ? ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഈ സ്ട്രക്ചർ മാത്രം ഫോളോ ചെയ്താൽ മതി. ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചും ഇതുപോലെ നമുക്ക് എഴുതിയും ചോദിച്ചും ഒക്കെ പഠിക്കാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്യുകയാണോ. ആദ്യം പഠിച്ചത് ആണോ എന്ന് ചോദിക്കുകയാണ്. ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോഴേ അറിയാം അതിനകത്ത് എന്തുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. അപ്പൊ ആണോ ചെയ്യുകയാണോ ഇങ്ങനെ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ ഇതാണ്: ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം വേർബ് എന്തായിരിക്കണം, ING ആയിരിക്കണം. അപ്പൊ ചെയ്യുകയാണോ. ആം ഐ സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയാണോ. അപ്പൊ നമ്മളെ കണ്ടപ്പോൾ ഒരാൾക്ക് അത് ഫീൽ ചെയ്യും, നമ്മൾ ചോദിക്കണം ആം ഐ സ്ലീപ്പിംഗ്, ഞാൻ എന്താ ഉറങ്ങുകയാണോ, ഞാൻ ഉറങ്ങുകയാണോ. ഈസ് ഹി സ്വിമ്മിങ്, അവൻ നീന്തുകയാണോ. ഈസ് ഷീ ഡാൻസിങ്, അവൾ ഡാൻസ് ചെയ്യുകയാണോ, അവൾ നൃത്തം ചെയ്യുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഈസ് ഇറ്റ് വാക്കിംഗ്, അത് വാക്കിംഗ് ആണോ. ആർ യു റീഡിങ്, നീ റീഡ് ചെയ്യുകയാണോ. ആർ ദേ കുക്കിംഗ്, അവരെന്ത് ചെയ്യുക, അവർ കുക്ക് ചെയ്യുകയാണോ. ആർ വി റൈറ്റിംഗ്, ഞങ്ങൾ എഴുതുകയാണോ. ആർ ദേ സ്റ്റഡിയിങ്, അവർ പഠിക്കുകയാണോ. ഈസ് ഷീ കുക്കിംഗ്, അവൾ കുക്ക് ചെയ്യുകയാണോ. ഈസ് ഹി കാളിംഗ്, അവൻ വിളിക്കുകയാണോ. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം അതാത് സബ്ജക്റ്റിന്റെ കൂടെ അതാത് ഓക്സിലറി വെർബ് വേണം എഴുതാനായിട്ടും പറയാനായിട്ടും ഒക്കെ. അപ്പൊ അത് മനസ്സിലാവാനായിട്ടാണ് നമ്മൾ ആണോ എന്നുള്ളതിന് അതെങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് സെന്റൻസ് എഴുതുമ്പോൾ വരുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം ഉണ്ടാകുന്നതെന്നും രണ്ട് ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്നും തരിക. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.